വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഫീഡിംഗ് എന്ന ചാപ്റ്ററിലെ രണ്ടാം ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യ ഭാഗം എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ആദ്യ ഭാഗം കണ്ടതിന് ശേഷം വന്ന് കാണുന്നതാവും നല്ലത്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ, ന്യൂട്രിയൻസ് എന്നും എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ എന്നും വളരെ വിശദമായി പറയുകയുണ്ടായി. പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങളായിട്ടുള്ള വാട്ടർ, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് എന്നിവയെ പറ്റിയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ ബാക്കി രണ്ട് പോഷകങ്ങളായിട്ടുള്ള ന്യൂട്രിയൻസ് ആയിട്ടുള്ള വിറ്റാമിൻസും മിനറൽസുമാണ് പറയാൻ പോകുന്നത്. വിറ്റാമിൻസും മിനറൽസ് എന്ന ഭാഗത്ത് നിന്നും ധാരാളം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓരോ പ്രാവശ്യം ഈ ഒരു ഭാഗത്ത് നിന്നും പല വിധത്തിലാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ആയതിനാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് വിറ്റാമിൻസ് ആൻഡ് മിനറൽസ്. തുടങ്ങാം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. ആദ്യം വിറ്റാമിൻസിനെ പറ്റിയാണ് പറയുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ, വിറ്റാമിൻസ് എന്നാൽ എന്താണ്? ഒരു പോഷക ഘടകം തന്നെയാണ് വിറ്റാമിൻസ് എന്ന് പറയുന്നത്. ന്യൂട്രിയന്റ് തന്നെയാണ് വിറ്റാമിൻസ്. വളരെ കുറച്ച് മതിയെങ്കിലും ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് വിറ്റാമിനുകളും മിനറലുകളും. ഇതൊരു ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്. വളരെ കുറച്ച് എമൗണ്ടിൽ ആവശ്യമുള്ള വസ്തുക്കളും കൂടെയാണ് വിറ്റാമിനുകളും മിനറലുകളും. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള വിറ്റാമിനുകളാണ് ഉള്ളത്. ആദ്യത്തേത് ഫാറ്റ് സോള്യബിൾ വിറ്റാമിനുകൾ, അഥവാ കൊഴുപ്പിൽ അലിഞ്ഞു ചേരാനവ, കൊഴുപ്പിൽ മാത്രം അലിഞ്ഞു ചേരുന്നവ, അതായത് കൊഴുപ്പിന്റെ പ്രസൻസിൽ മാത്രം നമ്മുടെ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നവയാണ്, അബ്സോർബ് ചെയ്യപ്പെടുന്നവയാണ് വിറ്റാമിനുകൾ, ഫാറ്റ് സോള്യബിൾ വിറ്റാമിനുകൾ എന്ന് പറയുന്നത്. നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ദഹനത്തിന്റെ ഭാഗമായിട്ട്, ഡൈജഷന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന പോഷക ഘടകങ്ങളിൽ രണ്ട് രീതിയിലാണ് നമ്മുടെ ശരീരം ആഗിരണം ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗത്ത് പഠിച്ചതാണ്. ഒന്ന് ബ്ലഡ് റൂട്ടിലൂടെയും അടുത്തത് ലിംഫ് റൂട്ടിലൂടെയും. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്, ന്യൂട്രിയൻസ് എങ്ങനെയാണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്? രണ്ട് രീതിയിലാണ്, ലിംഫ് റൂട്ടിലൂടെയും ബ്ലഡ് റൂട്ടിലൂടെയും. ത്രൂ വില്ലൈ, സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ അകത്ത് ചെറിയ ചെറിയ മൈക്രോ പ്രൊജക്ഷൻസ്, ഫിംഗർ ലെഗ് പ്രൊജക്ഷൻസ് കാണാം. അതിനെയാണ് നമ്മൾ വില്ലൈകൾ എന്ന് വിളിക്കുന്നത്. ഈ വില്ലയിലൂടെയാണ് പോഷകങ്ങളെ ആഗിരണം ചെയ്യപ്പെടുന്നത്. ഈ പോഷകങ്ങൾ ആഗിരണം ചെയ്യാനായിട്ട് രണ്ട് റൂട്ടുകളുണ്ട്. ഒന്ന് ബ്ലഡ് റൂട്ടും ഒന്ന് ലിംഫ് റൂട്ടും. ഇതിൽ ബ്ലഡ് റൂട്ടിലൂടെ വാട്ടർ സോള്യബിൾ വിറ്റാമിൻസ് ആയിട്ടുള്ള ബി ആൻഡ് സി ആണ് അബ്സോർബ് ചെയ്യുന്നത്. എന്നാൽ ലിംഫ് റൂട്ടിലൂടെ അബ്സോർബ് ചെയ്യപ്പെടുന്നത് ഫാറ്റ് സോള്യബിൾ വിറ്റാമിൻ ആയിട്ടുള്ള എ, ഡി, ഇ, കെ ആണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഫാറ്റ് സോള്യബിൾ വിറ്റാമിനും വാട്ടർ സോള്യബിൾ വിറ്റാമിനും ആഗിരണം ചെയ്യപ്പെടുന്നത് ഈ രണ്ട് റൂട്ടിലൂടെയുമാണ്. എ, ഡി, ഇ, കെ എന്ന് പറയുന്ന ഫാറ്റ് സോള്യബിൾ വിറ്റാമിൻ അബ്സോർബ് ചെയ്യപ്പെടണമെങ്കിൽ അവിടെ ഫാറ്റിന്റെ പ്രസൻസ് നിർബന്ധമാണ്. അതുകൊണ്ടാണ് അവിടെ ഫാറ്റ് സോള്യബിൾ വിറ്റാമിനുകൾ എന്ന് വിളിക്കുന്നത്. അടുത്ത വിറ്റാമിനുകളായിട്ടുള്ള ബിയും സിയുമാണ് വാട്ടർ സോള്യബിൾ വിറ്റാമിനുകൾ, അതായത് വെള്ളത്തിൽ അലിഞ്ഞ് ചേരുന്നവയാണ് ബി ആൻഡ് സി. അപ്പോൾ നമ്മൾ പോഷകങ്ങൾ എ, ഡി, ഇ, കെ പോഷകം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എപ്പോഴും ഫാറ്റിന്റെ പ്രസൻസിൽ കഴിച്ചാൽ മാത്രമേ അത് കറക്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യപ്പെടുകയുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് എന്തിനാണ് കറിവേപ്പില അതിലിട്ട് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, കറിവേപ്പിലയിലുള്ള വിറ്റാമിൻ എ, ഗ്രീൻ വിറ്റാമിൻസ് എല്ലാം തന്നെ അബ്സോർബ് ചെയ്യണമെങ്കിൽ ഓയിൽസിന്റെ പ്രസൻസ് വേണം. അപ്പോൾ ഫാറ്റ് സോള്യബിൾ വിറ്റാമിൻ ഏതൊക്കെയാണ്? എ, ഡി, ഇ, കെ. വാട്ടർ സോള്യബിൾ വിറ്റാമിൻ ഏതൊക്കെയാണ്? ബി ആൻഡ് സി. എളുപ്പത്തിൽ നമുക്ക് വിറ്റാമിനുകളുടെ പേരും മനസ്സിലാക്കാൻ വേണ്ടി ഒരു കോഡ് നമുക്ക് പറയാം. എടുക്ക് ബി സി, എടുക്ക് ബി സി. അതിൽ എടുക്ക എന്ന് പറയുന്നത് ഫാറ്റ് സോള്യബിൾ വിറ്റാമിനുകളും ബി ആൻഡ് സി എന്ന് പറയുന്നത് വാട്ടർ സോള്യബിൾ വിറ്റാമിനും ആണ്. നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിറ്റാമിനുകളും മിനറലുകളും കുറച്ചെണ്ണം
ശരീരം സ്വയം സിന്തസൈസ് ചെയ്യുന്നവയുണ്ട്, ബാക്കി കുറച്ചെണ്ണം നമ്മൾ ഫുഡിലൂടെ ലഭിക്കേണ്ടവയും ഉണ്ട്. എന്നാൽ നമ്മൾ ഫാം അനിമൽസിന്റെ കാര്യം എടുക്കുന്ന സമയത്ത്, നമ്മുടെ ലൈഫ് സ്റ്റോക്കിൽ വരുന്ന കാറ്റിൽസിന്റെ കാര്യം എടുക്കുന്ന സമയത്ത് ഒരുവിധം എല്ലാ വിറ്റാമിനുകളും അവരുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാക്കപ്പെടുന്നുണ്ട്. എന്നാൽ പിഗ്സിനും പൗൾട്രീസിലും, പന്നിയിലും കോഴികളിലും ചെറിയ രീതിയിലുള്ള സപ്ലിമെന്റ്സിന്റെ ആവശ്യം പലപ്പോഴും വരാറുണ്ട്. ആയതിനാൽ വിറ്റാമിൻസിന്റെ ഇൻക്ലൂഷൻസ്, അതായത് വിറ്റാമിൻ സപ്ലിമെന്റ് ഇൻക്ലൂഷൻ എപ്പോഴും പൗൾട്രി റേഷനിലും പിഗിൻ റേഷൻസിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ലൈഫ് സ്റ്റോക്ക് റേഷനിൽ ശ്രദ്ധിക്കണം, എന്നാൽ അധികം ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ധാരാളം ഗ്രീൻ ഫീഡിംഗ് എടുക്കുന്നവരാണ് നമ്മുടെ പശുക്കൾ. സ്വാഭാവികമായിട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരുവിധം എല്ലാ വിറ്റാമിനുകളും ഗ്രീൻ ഫീഡിങ്ങിലൂടെ ലഭിക്കുക എന്ന് നമുക്ക് ഉറപ്പുവരുത്താം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വിറ്റാമിനുകൾ? നമ്മൾ പറഞ്ഞു എ, ഡി, ഇ, കെ, ബി ആൻഡ് സി. ഇതിൽ വിറ്റാമിൻ എ, ഡി, ഇ, കെ എന്നിവ ഒരൊറ്റ പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ ബി വിറ്റാമിനുകൾ കുറച്ചധികമുണ്ട്. B1, B2, B3, B5, B6, B9, B12. ഇതിലുള്ള PP ഒരു വിറ്റാമിൻ കാണുന്നുണ്ടല്ലോ, അത് വിറ്റാമിൻ B3 ആണ്. നിയാസിനെയാണ് PP എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കിനി ഓരോ വിറ്റാമിനുകളും അതിന്റെ ഗുണങ്ങളും എന്തൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട സോഴ്സുകളും എന്ന് നമുക്ക് അറിയാം. കൂടാതെ ഈ വിറ്റാമിനുകൾ ലഭിക്കാതിരുന്നു കഴിഞ്ഞാൽ വരുന്ന ഡെഫിഷ്യൻസി ഡിസീസസിന്റെ പേരും നമുക്ക് അറിയാം. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ വരുന്ന അസുഖങ്ങളുമുണ്ട്, മൃഗങ്ങൾക്ക് മാത്രം വരുന്ന അസുഖങ്ങളുമുണ്ട്. നമ്മുടെ ഉദ്ദേശം മൃഗങ്ങൾക്ക് വരുന്ന അസുഖങ്ങളായതിനാൽ ഓരോ വിറ്റാമിനുകളുടെ ഡെഫിഷ്യൻസി മൂലം വരുന്ന അസുഖത്തിന്റെ പേര് ഓർത്തു വെക്കുക, ഒന്ന് കുറിച്ചു വെക്കുന്നതും നന്നായിരിക്കും. അവസാനം ഞാനൊരു ചാർട്ട് തരുന്നുണ്ട്, അത് നോക്കി പഠിച്ചാലും മതി. ആദ്യം നമുക്ക് ഫാറ്റ് സോള്യുബിൾ വിറ്റാമിനുകളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഫാറ്റ് സോള്യുബിൾ വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? എടുക്ക് എ, ഡി, ഇ, കെ ആണ്. ഫാറ്റ് സോള്യുബിൾ വിറ്റാമിനുകളുടെ പ്രത്യേകത, ഇവ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കപ്പെടുന്നവയാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫാറ്റ് സോള്യുബിൾ വിറ്റാമിനുകൾ ധാരാളം ഉണ്ടെങ്കിൽ ശരീരത്തിന്റെ ഉപയോഗത്തിന് ശേഷം ബാക്കി വരുന്നവ ലിവറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. അതിനുശേഷം സമയാസമയങ്ങളിൽ ആവശ്യം വരുന്ന സമയത്ത് അത് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ വാട്ടർ സോള്യുബിൾ വിറ്റാമിനുകൾ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കപ്പെടുന്നില്ല. ശരീരത്തിന്റെ ആവശ്യങ്ങൾക്ക് ശേഷം ബാക്കി വരുന്ന വാട്ടർ സോള്യുബിൾ വിറ്റാമിനുകൾ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. ഓർത്തുവെക്കുക, ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന വിറ്റാമിനുകൾ ഫാറ്റ് സോള്യുബിൾ വിറ്റാമിനുകൾ ആണ്. ഫാറ്റ് സോള്യുബിൾ വിറ്റാമിനിലെ ആദ്യത്തെ വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ മറ്റൊരു പേരാണ് റെറ്റിനോൾ. ഓർത്തുവെക്കുക, റെറ്റിനോൾ. വിറ്റാമിൻ എയുടെ മറ്റൊരു പേരാണ് റെറ്റിനോൾ. പ്രധാന ഊർജ സ്രോതസ്സുകൾ, പ്രധാന സ്രോതസ് എന്ന് പറയുന്നു, ഊർജ സ്രോതസ് അല്ല, പ്രധാന സ്രോതസ് എവിടെ നിന്ന് ലഭിക്കുന്നു? സോഴ്സ്. ഗ്രീൻ ഫോഡേഴ്സും ക്രോപ്സിൽ നിന്നുമാണ് സാധാരണഗതിയിൽ പശുക്കൾക്ക് ലഭിക്കുന്നത്. പുല്ലിൽ നിന്നും മറ്റ് ക്രോപ്സിൽ നിന്നുമാണ്. സാധാരണയായിട്ട് അവരുടെ ഫുഡ് അതാണല്ലോ. പ്രധാനമായിട്ടും വിഷൻ, കാഴ്ച, ഇരുണ്ട വെളിച്ചത്തിലുള്ള കാഴ്ചക്കാണ് പ്രധാനമായിട്ടും വിറ്റാമിൻ എ സഹായിക്കുന്നത് എല്ലാവർക്കും അറിയാം. കൂടാതെ എപ്പിത്തീലിയൽ ടിഷ്യൂ, നമ്മുടെ തൊലിയുടെ മെയിൻ്റനൻസിനും വിറ്റാമിൻ എ ആവശ്യമാണ്. വിറ്റാമിൻ എ ആവശ്യത്തിന് ലഭിക്കാതിരുന്നു കഴിഞ്ഞാൽ ഡിം വിഷൻ പോസിബിൾ ആവാതിരിക്കുന്നു, അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കാരണമാവുകയും തൊലി അതുപോലെ തന്നെ മുടി എന്നിവ വളരെ റഫ് ആയിരിക്കുകയും ഇൻഫെർട്ടിലിറ്റി, എബോർഷൻ ഇൻ പ്രഗ്നന്റ് ആനിമൽ എന്നിവ നമുക്ക് കാണാം. അപ്പോൾ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം വരുന്ന പ്രധാനപ്പെട്ട അസുഖങ്ങൾ, ഒന്ന് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്, അത് കോമൺ ആണ്. കൂടാതെ തൊലിയുടെ സംരക്ഷണത്തിന് ഇവ സഹായിക്കുന്നതിനാൽ തൊലിയിലും കൂടാതെ മുടിയുടെ റഫ്നെസ്സിനും സ്കെയിലി സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആവുന്നതിനും കാരണമാകുന്നു. കൂടാതെ അനിമൽസിൽ ഇൻഫെർട്ടിലിറ്റിക്കും എബോർഷനും കാരണമാകുന്നു.
വിറ്റാമിൻ എ അങ്ങനെ തന്നെ പ്ലാന്റ്സിൽ ഉണ്ടാവുകയല്ല ചെയ്യുന്നത്, ഒരു പ്രിക്കോഷർ രൂപത്തിലാണ് കാണപ്പെടുന്നത്. വിറ്റാമിൻ എയുടെ പ്രിക്കോഷറിന്റെ പേരാണ് കരോട്ടിനോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ കരോട്ടിനോയിഡ്സും സാന്തോഫിൽസും പ്രിക്കോഷർ ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ് വിറ്റാമിൻ എയുടെ പ്രിക്കോഷറിന്റെ പേര് കരോട്ടിനോയിഡ്സ്. അതിൽ കരോട്ടിൻസ് എന്ന് പറയുന്നതാണ്, കരോട്ടിൻസും സാന്തോഫിൽസുമായിട്ടാണ് പ്ലാന്റ്സിൽ കാണപ്പെടുന്നത്. അതിൽ കരോട്ടിനാണ് പ്രോ വിറ്റാമിൻ എ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓർത്തു വെക്കുക, പ്രോ വിറ്റാമിൻ എ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ത്? കരോട്ടിൻ, അല്ലെങ്കിൽ കരോട്ടിന്റെ മറ്റൊരു പേരാണ് പ്രോ വിറ്റാമിൻ എ. പ്രിക്കോഷർ കരോട്ടിനോയിഡ്സ്, പ്രോ വിറ്റാമിൻ എ എന്ന പേരിൽ അറിയപ്പെടുന്നത് കരോട്ടിൻ ആണ്. ശരീരത്തിനകത്തേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഇത് ഈ കരോട്ടിനോയിഡ്സ് വിറ്റാമിൻ എ എന്ന രീതിയിലേക്ക് മാറ്റപ്പെടുന്നത്. അതുവരെ പ്ലാന്റ്സിൽ അത് കരോട്ടിൻസും സാന്തോഫിൽസുമായിട്ടുള്ള മെയിൻ പ്രിക്കോഷർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. വിറ്റാമിൻ എ ധാരാളമായിട്ടും പച്ച പുല്ലിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ഒരു ദിവസം നമ്മുടെ പശുവിന് 5 കിലോ എന്ന കണക്കിന് നല്ല ക്വാളിറ്റിയുള്ള ഗ്രീൻ ഗ്രാസ്, വെറുതെ ഗ്രീൻ ഫീഡിംഗ് അല്ല, നല്ല ക്വാളിറ്റിയുള്ള ഗ്രീൻ ഗ്രാസ് ഒരു ദിവസം 5 കിലോ എന്ന കേസിൽ നമ്മുടെ പശുവിന് ലഭിക്കുകയാണെങ്കിൽ ആ പശുവിന്റെ വിറ്റാമിൻ എ റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്നു. കൂടാതെ നല്ല രീതിയിൽ ഉണക്കിയെടുത്ത ഹേ, സൈലേജ്, യെല്ലോ മെയ്സ് എന്നിവയിലും ധാരാളമായിട്ട് വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്നു. അപ്പൊ അത്രയുമാണ് വിറ്റാമിൻ എ. റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഗ്രീൻ ഫോഡോസിലും ക്രോപ്സിലും ധാരാളമായി കാണുന്നു. പ്രധാനപ്പെട്ട ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കാരണമാവുകയും സ്കിൻ പ്രശ്നങ്ങൾ കാണിക്കുകയും ചെയ്യുന്നു. കൂടാതെ ചോദിക്കാവുന്ന 2 ചോദ്യമാണ് പ്രിക്കോഷർ ഓഫ് വിറ്റാമിൻ എ കരോട്ടിനോയിഡ്സും പ്രോ വിറ്റാമിൻ എ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത്? കരോട്ടിൻ ആണ്. അടുത്ത ഫാറ്റ് സോളിയബിൾ വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി എല്ലാവർക്കും അറിയാലോ, അൾട്രാവയലറ്റ് റേയുടെ സഹായത്താൽ ഉണ്ടാക്കപ്പെടുന്ന ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. എല്ലിന്റെയും പല്ലിന്റെയും പൂർണ്ണമായിട്ടുള്ള ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ടുന്ന ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി കാരണം പ്രധാനമായിട്ടും എഫക്ട് ചെയ്യപ്പെടുന്നത് ബോൺസിന് വരുന്ന പ്രശ്നങ്ങളാണ്. ബോൺ ഡിഫോമിറ്റീസ് ആൻഡ് റിക്കറ്റ്സ്. യങ് വൺസിലാണെങ്കിൽ റിക്കറ്റ്സും, ഓൾഡ് വൺസിൽ പ്രായമായ പശുക്കളിലാണെങ്കിൽ ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്ന അസുഖമാണ് വരുന്നത്. അപ്പൊ യങ് വൺസിൽ വരുന്ന അസുഖമാണ് റിക്കറ്റ്സ്. ഓൾഡ് ഏജ് അഥവാ ലേറ്റർ സ്റ്റേജിൽ വരുന്നതാണ് ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്ന അസുഖം. അപ്പൊ വിറ്റാമിൻ ഡി മറ്റൊരു പേരിൽ കൂടെ അറിയപ്പെടുന്നു സൺഷൈൻ വിറ്റാമിൻ. അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യം, which vitamin is known as സൺഷൈൻ വിറ്റാമിൻ, വിറ്റാമിൻ ഡി അഥവാ വിറ്റാമിൻ ഡിയുടെ മറ്റൊരു പേരാണ് സൺഷൈൻ വിറ്റാമിൻ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ പ്ലാന്റ്സിൽ ഇത് കാണുന്നത് പ്രിക്കോഷർ രൂപത്തിൽ എർഗോസ്റ്റിറോൾ എന്ന് പറയുന്ന പ്രിക്കോഷറിന്റെ രൂപത്തിലാണ് കാണപ്പെടുന്നത്. എർഗോസ്റ്റിറോൾ എന്ന് പറയുന്ന പ്രിക്കോഷറിന്റെ രൂപത്തിലാണ് പ്ലാന്റ്സിൽ കാണപ്പെടുന്നത്. ഇത് ശരീരത്തിനകത്തേക്ക് എത്തുന്ന സമയത്ത് UV റേസിന്റെ എക്സ്പോഷറോട് കൂടി വിറ്റാമിൻ D2 എന്ന ഫോമിലേക്ക് മാറ്റപ്പെടുന്നു. എന്നാൽ ബേർഡ്സിൽ D2 വിറ്റാമിൻസ് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല. അവയ്ക്ക് D3 വിറ്റാമിൻസ് ആണ് ആവശ്യമായി വരുന്നത്. അത് ബേർഡ്സിൽ മാത്രമാണ് കാണപ്പെടുന്നത്. അപ്പോൾ ബേർഡ്സിൽ കാണപ്പെടുന്ന വിറ്റാമിൻ ഡി ഏത്? വിറ്റാമിൻ D3. സാധാരണ ആനിമൽസിൽ കാണുന്നത് D2. പ്രിക്കോഷർ എർഗോസ്റ്റിറോൾ ആണ്. അൾട്രാവയലറ്റ് റേസുടെ സഹായത്താൽ പ്രസൻസിൽ മാത്രമാണ് പ്രിക്കോഷർ ആയിട്ടുള്ള എർഗോസ്റ്റിറോൾ വിറ്റാമിൻ ഡി ആയി മാറ്റപ്പെടുന്നത്. അടുത്തതായി അടുത്ത ഫാറ്റ് സോൾയുബിൾ വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ. പ്രധാന സ്രോതസ് എന്ന് പറയുന്നത് വോൾ ഗ്രെയിൻസിലും ഗ്രീൻ പ്ലാന്റ്സിലും തന്നെയാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം എല്ലാത്തിന്റെയും സോഴ്സ് ഗ്രീൻ പ്ലാന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ആനിമൽസിന് വലിയ പ്രശ്നമില്ലാതെ ലഭിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പുവരുത്താം, നല്ല രീതിയിൽ ഗ്രീൻ ഫീഡിംഗ് ഉണ്ടെങ്കിൽ. വിറ്റാമിൻ ഇയുടെ
മറ്റൊരു പേരാണ് ആന്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ. എന്തുകൊണ്ടാണ് ആന്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഫെർട്ടിലിറ്റി അഷ്വർ ചെയ്യാനായിട്ട് വിറ്റാമിൻ ഇ എസെൻഷ്യൽ ആണ്. വിറ്റാമിൻ ഇ ഫെർട്ടിലിറ്റിയുമായിട്ട് നേരിട്ട് കണക്ഷൻ ഉള്ള വിറ്റാമിൻ ആണ്. വിറ്റാമിൻ ഇ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടണമെങ്കിൽ സെലീനിയത്തിന്റെ പ്രസൻസും നിർബന്ധമാണ്. ആയതിനാൽ സെലീനിയം ഉണ്ടെങ്കിൽ മാത്രമേ, സെലീനിയം ആവശ്യത്തിന് കിട്ടിയാൽ മാത്രമേ വിറ്റാമിൻ ഇ നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യപ്പെടുകയുള്ളൂ. ഫെർട്ടിലിറ്റി പ്രശ്നമുള്ള പശുക്കളിൽ സാധാരണയായിട്ട് ട്രീറ്റ്മെന്റ് വരുന്ന സമയത്ത് സെലീനിയം ആണ് മരുന്നായിട്ട് കൊടുക്കപ്പെടുന്നത്. എന്നാൽ മാത്രമേ വിറ്റാമിൻ ഇയുടെ അബ്സോർപ്ഷൻ ഫുഡിൽ നിന്നും നടക്കുകയുള്ളൂ. കൃത്യമായിട്ട് വിറ്റാമിൻ ഇ ലഭിക്കാത്ത അനിമൽസിൽ വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് മസ്കുലാർ ഡിസ്ട്രോഫി ആൻഡ് സ്റ്റെറിലിറ്റി. സാധാരണഗതിയിൽ പശുക്കളിൽ അത്ര കോമൺ അല്ലെങ്കിലും കോഴി കുഞ്ഞുങ്ങളിലും പിക്സിലും മോസ്റ്റ് കോമൺ ആണ് വിറ്റാമിൻ ഇ ഡെഫിഷ്യൻസി മൂലമുള്ള മസ്കുലാർ ഡിസ്ട്രോഫിയും സ്റ്റെറിലിറ്റിയും. വിറ്റാമിൻ ഇനെ മറ്റൊരു പേരാണ്, വിറ്റാമിൻ ഇയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ടോക്കോഫെറോൾ അഥവാ ടോക്കോട്രെനോൾസ് അഥവാ ടോക്കോഫെറോൾ എന്നും കൂടെ അറിയപ്പെടുന്ന വിറ്റാമിൻ ഇ ആണ്. ആന്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്ന് കൂടെ വിളിക്കുന്നു. സെലീനിയം വളരെ ഇമ്പോർട്ടന്റ് ആണ് വിറ്റാമിൻ ഇയുടെ അബ്സോർപ്ഷന് വേണ്ടിയിട്ട്. അടുത്തത് വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ. എല്ലാവർക്കും അറിയാം ബ്ലഡ് ക്ലോട്ടിങ്ങിന് വളരെ അധികം എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ. നിങ്ങൾ ബ്ലഡ് ക്ലോട്ടിംഗ് പഠിച്ചിട്ടുണ്ട് ഹയർ സെക്കൻഡറിയിലേക്ക്. അപ്പോൾ ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ ബയോളജി നിങ്ങൾ പഠിച്ചതാണ്, VHS പഠിച്ചിട്ടുണ്ട് ബയോളജിയിൽ. അപ്പോൾ ബ്ലഡ് ക്ലോട്ടിംഗ് അഥവാ ബ്ലഡ് കൊയാഗുലേഷന് വളരെ എസെൻഷ്യൽ ആണ് വിറ്റാമിൻ കെ എന്ന് പറയുന്ന വിറ്റാമിൻ. സോഴ്സ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗ്രീൻ പ്ലാന്റ്സ് തന്നെയാണ്. കൂടാതെ ഇൻഡസ്റ്റൈനിലുള്ള മൈക്രോ ഓർഗാനിസത്തിന് നേരിട്ട് വിറ്റാമിൻ കെ സിന്തസൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ വിറ്റാമിൻ കെ ഡെഫിഷ്യൻസി അത്ര കോമൺ ആയിട്ട് കാണാറില്ല. നല്ല രീതിയിൽ ഫീഡിങ് ചെയ്യാത്ത അനിമൽസിനാണ് ഈ ഒരു പ്രശ്നം എപ്പോഴും ഉണ്ടാകാറുള്ളത്. കൃത്യമായിട്ട് വിറ്റാമിൻ കെ ലഭിക്കാതിരുന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ പറഞ്ഞു ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന വിറ്റാമിൻ ആണെന്ന്. സ്വാഭാവികമായിട്ടും ബ്ലഡ് ക്ലോട്ടിങ് നടക്കാതെ വരികയും കൂടുതൽ രക്തം നഷ്ടപ്പെടാനുള്ള ചാൻസ്, മുറിവിൽ നിന്നും കൂടുതൽ രക്തം വാർന്നൊലിച്ചു പോകാനുള്ള ചാൻസ് കൂടി വരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് എക്സസീവ് ബ്ലീഡിംഗ് ആൻഡ് ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം കൂടുതലായിട്ടും കാണപ്പെടുന്നു വിറ്റാമിൻ കെ ഡെഫിഷ്യൻസി. ഇപ്പൊ എ, ഡി, ഇ, കെ എന്നീ വിറ്റാമിനുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വിറ്റാമിൻ കെ നമ്മൾ പറഞ്ഞു ഫാം ആനിമൽസില് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുള്ള മൈക്രോ ഓർഗാനിസത്തിന് സിന്തസൈസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന്. എന്നാൽ പൗൾട്രി റേഷനില് അഥവാ പൗൾട്രിക്ക് ഈ ഒരു കഴിവില്ലാത്തതിനാൽ പൗൾട്രി റേഷനിൽ നമ്മൾ നിർബന്ധമായിട്ട് വിറ്റാമിൻ കെയുടെ അഡീഷൻ ആവശ്യമാണ്. അപ്പോൾ വിറ്റാമിൻ കെക്ക് വിളിക്കുന്ന മറ്റൊരു പേരാണ് കൊയാഗുലേഷൻ വിറ്റാമിൻ. ബ്ലഡ് കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആയതിനാൽ കൊയാഗുലേഷൻ വിറ്റാമിൻ എന്നും വിറ്റാമിൻ കെ വിളിക്കപ്പെടുന്നു. അപ്പോൾ ഇത്രയുമാണ് എ, ഡി, ഇ, കെ 4 ഫാറ്റ് സോൾയബിൾ വിറ്റാമിനുകൾ. 4ന്റെയും പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് ഗ്രീൻ പ്ലാന്റ്സ്, വോൾ ഗ്രെയിൻസ്. കൂടാതെ വിറ്റാമിൻ കെ ആണെങ്കിൽ ഇൻഡസ്റ്റൈനിൽ സിന്തസൈസ് ചെയ്യപ്പെടുന്നു. അതൊരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമായിരുന്നു. നെയിം ദ വിറ്റാമിൻ ദാറ്റ് ഈസ് സിന്തസൈസ്ഡ് ഇൻ intestine of cattle. വിറ്റാമിൻ കെ. ഓർത്തു വെക്കുക, വിറ്റാമിൻ കെ മാത്രമാണ് ശരീരത്തിനകത്ത് ഉണ്ടാക്കപ്പെടുന്നു, ഫാം ആനിമൽസിൽ ഉണ്ടാക്കപ്പെടുന്ന വിറ്റാമിൻ. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബ്ലഡ് കൊയാഗുലേഷനെ സഹായിക്കുക എന്നതാണ്. വിറ്റാമിൻ ഇക്ക് ആന്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്ന് വിളിക്കുന്നു. വിറ്റാമിൻ എയും ഡിയും, എ വിഷൻ വേണ്ടി സഹായിക്കുമ്പോൾ ഡി ബോൺ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. അടുത്ത വിറ്റാമിൻ ആണ് വാട്ടർ സോൾയബിൾ വിറ്റാമിൻ. വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്ന വിറ്റാമിനുകൾ. ഇതിന്റെ പ്രത്യേകത ഇതാണ്, ഒരു കാരണവശാലും ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല. നമ്മൾ പറഞ്ഞു ഫാറ്റ് സോൾയബിൾ വിറ്റാമിനുകൾ ശരീരത്തിൽ ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കപ്പെടുന്നു. എക്സസൈസ് വരുന്ന വിറ്റാമിനുകൾ വാട്ടർ സോൾയബിൾ ആയതിനാൽ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. വാട്ടർ സോൾയബിൾ വിറ്റാമിന്റെ പ്രത്യേകത, അതിൽ ബി കോംപ്ലക്സ് വിറ്റാമിനുകളും സി വിറ്റാമിനുമാണ് ഉള്ളത്. ഇതിൽ ബി കോംപ്ലക്സ് വിറ്റാമിന് കോ എൻസൈംസ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്.
കോ എൻസൈംസ് എന്ന് വെച്ചാൽ ഏതൊരു പ്രവർത്തനത്തെയും സപ്പോർട്ട് ചെയ്യാൻ ബി വിറ്റാമിൻസ് നിർബന്ധമായും ആവശ്യമാണ്. ശരീരത്തിനകത്ത് നടക്കുന്ന എല്ലാ മെറ്റാബോളിക് ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ടും ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഡൈജഷന്റെ ഭാഗമായിട്ടായാലും അസിമിലേഷന്റെ ഭാഗമായിട്ടായാലും ഒക്കെ. അപ്പോൾ അത്തരം ആക്ടിവിറ്റീസിൽ കോ എൻസൈമായിട്ട് ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവയാണ് ബി വിറ്റാമിനുകൾ. ആയതിനാൽ ബി വിറ്റാമിനുകൾ ഒരു കാരണവശാലും നമ്മുടെ ശരീരത്തിൽ നിന്നും ഒഴിവാക്കാൻ പറ്റാത്തതാണ്. വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു വിറ്റാമിൻ കൂടിയാണ് ബി വിറ്റാമിനുകൾ. എണ്ണത്തിൽ കൂടുതലുള്ളതിനാൽ ഇവയെ നമ്മൾ ബി കോംപ്ലക്സ് വിറ്റാമിനുകൾ എന്നാണ് വിളിക്കുന്നത്. മറ്റൊരു വിറ്റാമിനാണ് വിറ്റാമിൻ സി. ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ സിയിൽ വരുന്നത്. അതായത് നമുക്കിപ്പോൾ അറിയാം ആന്റി ഓക്സിഡന്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കൊറോണ ടൈം ആയതിനാൽ നമുക്കറിയാം ആന്റി ഓക്സിഡന്റ്സിന് രോഗപ്രതിരോധത്തിൽ വളരെ അധികം പ്രാധാന്യമുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ സി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആന്റി ഓക്സിഡന്റ് ധാരാളം ഉള്ളതിനാൽ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. ഇപ്പോൾ വാട്ടർ സോളബിൾ വിറ്റാമിൻ ആണെന്ന് കരുതി വെറുതെ സിമ്പിളായി തള്ളിക്കളയേണ്ട ആവശ്യമില്ല. രണ്ടിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ദൈനംദിന ആക്ടിവിറ്റീസിന് നിർബന്ധമായിട്ടും ബി സി വിറ്റാമിനുകൾ അത്യാവശ്യമാണ്. ഇവ സ്റ്റോർ ചെയ്യപ്പെടാത്തതിനാൽ ഡെയിലി ഇവ നമ്മുടെ ശരീരത്തിലേക്ക് എടുക്കേണ്ടതും അത്യാവശ്യമാണ്. ആദ്യം വിറ്റാമിൻ ബിയെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു എണ്ണത്തിൽ കൂടുതലുള്ളതിനാൽ ഇവയെ നമ്മൾ വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്നാണ് വിളിക്കുന്നത്. പ്രധാനമായിട്ടും 8 തരത്തിലുള്ള വിറ്റാമിൻ ബി ആണ് ഉള്ളത്. എന്തൊക്കെയാണ് നോക്കൂ. B1 തയമിൻ, B2 റൈബോഫ്ലേവിൻ, B3 നിയാസിൻ, B5 പാന്തോതെനിക് ആസിഡ്, B6 പൈറിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളേറ്റ്, B12 കൊബാൽബാമിൻ. അപ്പോൾ 8 പ്രധാനപ്പെട്ട ബി വിറ്റാമിനുകളാണ്. ഇവയെ കൂടി ചേർന്നിട്ടാണ് ബി കോംപ്ലക്സ് വിറ്റാമിനുകൾ എന്ന് വിളിക്കുന്നത്. കൂടാതെ ഇതിന്റെ ഒപ്പം കോളിൻ എന്ന് പറയുന്ന വിറ്റാമിനും കൂടെ ആഡ് ചെയ്യുന്നു. അങ്ങനെയാണ് ബി കോംപ്ലക്സ് വിറ്റാമിൻസ് കാണപ്പെടുന്നത്. ബി കോംപ്ലക്സ് വിറ്റാമിനുകളുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഉപാപചയ പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കെടുക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. കോഫാക്ടേഴ്സ്, എൻസൈമാറ്റിക് റിയാക്ഷനിൽ കോഫാക്ടേഴ്സ് ആയിട്ട് പങ്കെടുക്കുന്നവയാണ് ബി കോംപ്ലക്സ് വിറ്റാമിനുകൾ. ഒഴിച്ചുകൂടാൻ പറ്റാത്ത 8 വിറ്റാമിൻ കോംപ്ലക്സുകളാണ് വിറ്റാമിൻ ബി എന്ന് പറയുന്നത്. കൂടാതെ ഇതിനൊപ്പം കോളിൻ എന്ന് പറയുന്ന വിറ്റാമിൻ ലൈക്ക് സബ്സ്റ്റൻസും ബി ലൈക്ക് സബ്സ്റ്റൻസും നമുക്ക് ആവശ്യമാണ്. ഇനി നമുക്ക് ഓരോന്നിന്റെയും ഫങ്ഷൻസ്, ഡെഫിഷ്യൻസി ഒക്കെ കാണാം. വിറ്റാമിൻ ബി കോംപ്ലക്സ് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റൂമനിൽസ് വിറ്റാമിൻ ബി കോംപ്ലക്സ് സ്വയം സിന്തസൈസ് ചെയ്യാൻ ഉള്ള കഴിവ് നമ്മുടെ റൂമിനൻസിൽ ഉണ്ട്. അതായത് ആട്, പശു തുടങ്ങിയിട്ടുള്ള അയവെട്ടുന്ന ജീവികളിൽ ബി കോംപ്ലക്സ് അഡീഷണൽ ആയിട്ട് സപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കൂടാതെ അവ കഴിക്കുന്ന ഭക്ഷണമായിട്ടുള്ള റൈസ് ബ്രാനിൽ നിന്നും വോൾ ഗ്രെയിൻസിൽ നിന്നും ഇവ യഥേഷ്ടം ലഭിക്കുന്നു. നമുക്കറിയാം ബി കോംപ്ലക്സിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ബ്രാൻസ് ആണ്, റൈസ് ബ്രാൻസ് ആണ്, തവിട്. നമ്മൾ സാധാരണയായിട്ട് തവിട് കളഞ്ഞ അരിയാണ് കഴിക്കുന്നത്. സ്വാഭാവികമായിട്ടും തവിടിലുള്ള പോഷകം മുഴുവൻ ലഭിക്കുന്നത് ആർക്കാണ്? നമ്മുടെ പശുക്കൾക്കാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് യഥേഷ്ടം വിറ്റാമിൻ ബി കോംപ്ലക്സ് ലഭിക്കുന്നു. ഡെഫിഷ്യൻസി കാരണം സാധാരണയായിട്ട് ലൈഫ് സ്റ്റോക്സിൽ സാധാരണ ബി കോംപ്ലക്സ് വിറ്റാമിൻസിന് ഡെഫിഷ്യൻസി കാണാറില്ല. എന്നാൽ കൂടുതലും ഡെഫിഷ്യൻസി കാണപ്പെടുന്നത് പൗൾട്രിയിലാണ് കാണപ്പെടുന്നത്, ഇൻ ദ ഫോം ഓഫ് പെർനീഷ്യസ് അനീമിയ. പെർനീഷ്യസ് അനീമിയ കൂടാതെ ബ്ലാക്ക് ടങ് എന്ന് പറയുന്ന അസുഖവും കൂടെ ഡോഗ്സിൽ കാണാൻ പറ്റും. പിക്സിൽ പെല്ലഗ്ര എന്ന് പറയുന്ന അസുഖം കാണാം. അപ്പോൾ വിറ്റാമിൻ ബി കോംപ്ലക്സ് ഡെഫിഷ്യൻസി കൊണ്ട് പശുക്കളിൽ സാധാരണമായിട്ട് പ്രശ്നങ്ങളൊന്നും തന്നെ കാണാറില്ല. എന്നാൽ കോഴികളിൽ പെർനീഷ്യസ് അനീമിയയും നായകളിൽ നിയാസിൻ ഡെഫിഷ്യൻസി മൂലം ബ്ലാക്ക് ടങ് ഡിസീസും പിക്സിൽ പെല്ലഗ്ര എന്ന് പറയുന്ന അസുഖവുമാണ് കാണപ്പെടുന്നത്. എല്ലാം വിറ്റാമിൻ ബി കോംപ്ലക്സിന്റെ ഡെഫിഷ്യൻസി മൂലമാണ്. വിറ്റാമിൻ സി അസ്കോബിക് ആസിഡ് എന്നാണ് വിളിക്കപ്പെടുന്നത്. അസ്കോബിക് ആസിഡ് വിറ്റാമിൻ സിയുടെ മറ്റൊരു പേരാണ് അസ്കോബിക് ആസിഡ്. ധാരാളമായിട്ടും ഫ്രഷ് ഫ്രൂട്ട്സിലും
ലീഫി വെജിറ്റബിൾസിലും കാണപ്പെടുന്നു. പ്രധാനമായിട്ടും നമ്മുടെ സിട്രിക് ഫ്രൂട്ട്സ്, പുളിപ്പുള്ള ഫ്രൂട്ടുകളിൽ എല്ലാത്തിനും കാണപ്പെടുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ സി, പുളിയുള്ള ഫ്രൂട്ട്സിൽ. എല്ലിന്റെയും പല്ലിന്റെയും മോണയുടെയും ആരോഗ്യത്തിന് വിറ്റാമിൻ സി ആവശ്യമാണ്. കൂടാതെ ധാരാളം ആന്റി ഓക്സിഡന്റ് അടങ്ങിയിരിക്കുന്നതിനാൽ രോഗപ്രതിരോധ ശേഷി കിട്ടാനും ഏജിംഗ് തടയാനും വിറ്റാമിൻ സി സഹായിക്കുന്നു. വിറ്റാമിൻ സി ഡെഫിഷ്യൻസി മൂലം വരുന്ന അസുഖമാണ് സ്കർവി. പല്ലിൽ നിന്നുമുള്ള ബ്ലീഡിങ്ങിനെയാണ് നമ്മൾ സ്കർവി, മോണയിൽ നിന്നുള്ള ബ്ലീഡിംഗ്, സ്കർവി. വിറ്റാമിൻ ബി കോംപ്ലക്സ് ഡെഫിഷ്യൻസി കൊണ്ട് പശുക്കളിൽ വലിയ പ്രശ്നങ്ങൾ കാണപ്പെടുന്നില്ല. എന്നാൽ കോഴികളിൽ പെർനീഷ്യസ് അനീമിയ, ഡോഗ്സിൽ നിയാസിൻ ഡെഫിഷ്യൻസി മൂലം ബ്ലാക്ക് ടങ് ഡിസീസ്, പിഗ്സിൽ പെല്ലഗ്ര എന്നിവ കാണപ്പെടുന്നു. എന്നാൽ വിറ്റാമിൻ സി ഡെഫിഷ്യൻസി മൂലം സ്കർവി എന്ന് പറയുന്ന അസുഖമാണ്, ബ്ലീഡിംഗ് ഗംസ് എന്ന് പറയുന്ന അസുഖമാണ് കാണപ്പെടുന്നത്. മിനറലുകൾ അഥവാ ധാതുക്കൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന വിറ്റാമിൻസിന്റെ മലയാളം എന്താണ്? ജീവകം എന്നാണ് വിളിക്കുക. ജീവകം എ, ജീവകം ബി എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്തായാലും മിനറൽസിന്റെ പ്രത്യേകത വളരെ ചെറിയ എമൗണ്ടിൽ, വിറ്റാമിൻസിനേക്കാളും ചെറിയ എമൗണ്ടിൽ ആവശ്യമായി വരുന്നവയാണ് മിനറലുകൾ. എന്നാൽ ഒരു കാരണവശാലും ഒഴിവാക്കപ്പെടാൻ പാടില്ലാത്തതുമാണ് മിനറലുകൾ. പ്രധാനമായിട്ടും രണ്ടു തരത്തിലുള്ള മിനറലുകളാണ് ഉള്ളത്. മൈക്രോ മിനറൽ അഥവാ ട്രേസ് മിനറൽ ആൻഡ് മാക്രോ മിനറൽ. മൈക്രോ മിനറൽ അഥവാ ട്രേസ് മിനറൽ ആൻഡ് മാക്രോ മിനറൽ. ആദ്യം നമുക്ക് മേജർ അഥവാ മാക്രോ മിനറലുകളുടെ കാര്യം പഠിക്കാം. ഇതിന്റെ പ്രത്യേകത, ഇത് ശരീരത്തിൽ കുറച്ച് അധികം ആവശ്യമായിട്ടുള്ള മിനറലുകളാണ് പ്രധാനമായിട്ടും വരുന്നത്. അതായത് ഇതിന്റെ അളവ് കുറച്ച് കൂടുതൽ താരതമ്യം ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ട് വരുന്നു. ഫീഡ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഇതിന്റെ പ്രസൻസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അനിമൽസിന്റെ ശരീരത്തിൽ 100 ppm കൂടുതൽ കാണപ്പെടുന്നവയാണ് മേജർ അഥവാ മാക്രോ മിനറൽ എന്ന കാറ്റഗറിയിൽ കാണപ്പെടുന്നത്. ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് കാൽഷ്യം, ഫോസ്ഫറസ്, ക്ലോറിൻ, മെഗ്നീഷ്യം, പൊട്ടാസ്യം, സോഡിയം ആൻഡ് സൾഫർ. എല്ലാവർക്കും അറിയാമല്ലോ, എല്ലുകളിലും പല്ലുകളിലും ധാരാളമായിട്ട് കാൽസ്യം, ഫോസ്ഫറസ്, ക്ലോറിൻ എന്നിവ കാണപ്പെടുന്നു. കൂടാതെ ബ്ലഡിൽ സോഡിയം, പൊട്ടാസ്യം, മെഗ്നീഷ്യം എന്നിവയും കാണപ്പെടുന്നു, സൾഫർ എന്നിവ. സ്വാഭാവികമായിട്ടും കുറച്ച് അധികം ലെവലിൽ ആവശ്യമുള്ളവയാണ് മേജർ ആൻഡ് മാക്രോ മിനറൽസ്. അടുത്ത ഇതാണ് ട്രേസ് മിനറൽസ്. വളരെ കുറഞ്ഞ അളവിൽ മതി, എന്നാൽ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടുകയും ഇല്ല. കൂടിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന മിനറലുകളാണ് ട്രേസ് മിനറലുകൾ എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു പേരോട് വിളിക്കുന്നു മൈക്രോ മിനറൽസ് എന്ന് പറയുന്നത്. വളരെ ചെറിയ എമൗണ്ടിൽ മതി, എന്നാൽ മൃഗങ്ങളുടെ ആരോഗ്യത്തിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള മിനറൽസും കൂടെയാണ് ട്രേസ് മിനറലുകൾ എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് കോപ്പർ, കൊബാൾട്ട്, അയൺ, അയോഡിൻ, മാംഗനീസ്, മോളിബ്ഡിനം ആൻഡ് സെലീനിയം. അപ്പോൾ രണ്ടു തരത്തിലുള്ളവയാണ് മിനറലുകൾ ഉള്ളത്, ധാതുക്കളാണുള്ളത്. മേജർ മിനറൽസ് അഥവാ മാക്രോ മിനറൽസ് ആൻഡ് ട്രേസ് മിനറൽസ്. ആദ്യം നമുക്ക് കാൽസ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും ഗുണങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാവർക്കും പറയുന്ന പോലെ തന്നെ എല്ലുകളിലും പല്ലുകളിലും ധാരാളമായി കാണപ്പെടുന്ന ഒരു മേജർ എലമെന്റ്സ് ആണ്, മേജർ മിനറൽ ആണ് കാൽസ്യവും ഫോസ്ഫറസും. സാധാരണയായിട്ട് ആഷിൽ, ശരീരം കതിച്ചതിന് ശേഷം വരുന്ന ആഷിൽ 70% വരുന്നത് കാൽസ്യവും ഫോസ്ഫറസുമാണ്. കാരണം നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എല്ലുകളും പല്ലുകളും കൊണ്ട് തന്നെയാണ് എന്നതുകൊണ്ട് തന്നെയാണ്. ഇത് കൂടാതെ പലതരം മെറ്റാബോളിക് ആക്ടിവിറ്റീസിലും പ്രോസസ്സിലും കാൽസ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും ആവശ്യകത ഉണ്ട് താനും. കാൽസ്യം ഡെഫിഷ്യൻസി മൂലം സാധാരണയായിട്ട് യങ് അനിമൽസിൽ കാണപ്പെടുന്നത് റിക്കറ്റ്സ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. എന്നാൽ ഓൾഡ് ആനിമൽസിലാണെങ്കിൽ ഓസ്റ്റിയോപൊറോസിസും ഓസ്റ്റിയോമലേഷ്യയുമായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ ഫോസ്ഫറസ് ഡെഫിഷ്യൻസി മൂലം സാധാരണയായിട്ട് പശുക്കളിൽ സാധാരണ ഫോസ്ഫറസ് ഡെഫിഷ്യൻസി കാണാറില്ല, എങ്കിലും പൂച്ചകളിലും നായകളിലും കാണപ്പെടുന്ന ഒരു അസുഖമാണ് പൈക്ക എന്ന് പറയുന്നത്. എന്താണ് പൈക്ക? അൺയൂഷ്വൽ ഈറ്റിംഗ് ഹാബിറ്റിനെയാണ് പൈക്ക എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നോൺ ന്യൂട്രിയന്റ് ആയിട്ടുള്ള വസ്തുക്കളെ തിന്നുവാനുള്ള ത്വരയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കല്ലുകള്, കൂടാതെ റബ്ബർ ബാൻഡ്, നൂല്,
വുഡ്, മരക്കഷ്ണം എന്നിവയൊക്കെ തിന്നാനുള്ള ടെൻഡൻസി കാണിക്കുന്നു നമ്മുടെ പൂച്ചകളും പട്ടികളും. ഇത് കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും ആവശ്യമായിട്ടുള്ള പ്രതിവിധി സ്വീകരിക്കുകയും വേണം. അല്ലാത്ത പക്ഷം ഇത് ദഹിക്കാതിരിക്കുകയും മറ്റു പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യും. ഇപ്പോൾ കാൽസ്യം ആൻഡ് ഫോസ്ഫറസ് ഡെഫിഷ്യൻസി മൂലം വരുന്ന പ്രധാനപ്പെട്ട അസുഖങ്ങൾ ഇതൊക്കെയാണ്: റിക്കറ്റ്സ്, ഓസ്റ്റിയോപൊറോസിസ് ആൻഡ് ഓസ്റ്റിയോമലേഷ്യ. ദെൻ ഫോസ്ഫറസ് ഡെഫിഷ്യൻസി മൂലം വരുന്ന അസുഖമാണ് പൈക്ക. അടുത്ത പ്രധാനപ്പെട്ട മിനറലാണ് മെഗ്നീഷ്യവും അയേണും. മെഗ്നീഷ്യവും നമ്മുടെ എല്ലുകളിലും പല്ലുകളിലും ധാരാളമായി കാണപ്പെടുന്ന ഒരു മിനറലാണ്. പലതരം എൻസൈമുകളുടെ ആക്ടിവേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു മെഗ്നീഷ്യം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഗ്രാസ് സ്റ്റാഗേഴ്സ് അഥവാ മിൽക്ക് ടെറ്റ്നി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻസ് യഥേഷ്ടം ഇളം പുല്ലുകൾ തിന്നുന്ന പശുക്കളിൽ കാണാറുണ്ട്. അതായത് ഇളം പുല്ലുകൾ ധാരാളം കഴിക്കുന്ന പശുക്കളിൽ കാണുന്ന ഒരു പ്രശ്നമാണ് മിൽക്ക് ടെറ്റനി അഥവാ ഗ്രാസ് സ്റ്റാഗർ എന്ന് പറയുന്നത്. അതായത് പുല്ല് തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വീഴുകയും കഴുത്ത് മുകളിലേക്കാക്കി ടെറ്റനെ എങ്ങനെയാണോ സിംറ്റംസ് കാണിക്കുന്നത് അതുപോലെ കാണിക്കുകയും ശ്രദ്ധിക്കാതിരുന്നാൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരു അസുഖമാണ് ഗ്രാസ് സ്റ്റാഗേഴ്സ് അഥവാ മിൽക്ക് ടെറ്റനി എന്ന് പറയുന്നത്. എന്നാൽ യഥാസമയത്തിലുള്ള ഇടപെടൽ മൂലം മെഗ്നീഷ്യം കൊടുത്തു കഴിഞ്ഞാൽ, IV ആയി കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ കൂടെയാണ് മിൽക്ക് ടെറ്റനി അഥവാ ഗ്രാസ് സ്റ്റാഗ്നസ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇളം പുല്ലുകൾ കൂടുതലായിട്ട് പെട്ടെന്ന് കഴിക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം സാധാരണയായിട്ട് കാണപ്പെടുന്നത്. അടുത്തായിട്ട് വരുന്ന അസുഖം ആണ് പിഗ്ലെറ്റ് അനീമിയ എന്ന് പറയുന്ന അസുഖം. സാധാരണയായിട്ട് പിഗ്സിൽ കൂടുതലായി കാണപ്പെടുന്നു. കുഞ്ഞുങ്ങൾ, പന്നിക്കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് വരുന്ന ഒരു അസുഖമാണ് പിഗ്ലെറ്റ് അനീമിയ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ, അയോൺ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിനുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു മിനറലാണ്. ന്യൂബോൺ പിഗ്ലെറ്റ്സിന് അയേൺ സ്റ്റോറേജ് വളരെ കുറവായതിനാൽ, ശരീരത്തിൽ അയേണിന്റെ അംശം വളരെ കുറവായതിനാൽ എളുപ്പത്തിൽ പിഗ്ലെറ്റ് അനീമിയയിലേക്ക് കലാശിക്കാം. ആയതിനാൽ പ്രസവിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിൽ അയേൺ സപ്ലിമെന്റ്സ് നിർബന്ധമായും പിഗ്ലെറ്റ്സിന് അഥവാ പന്നിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം പിഗ്ലെറ്റ് അനീമിയ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോകാം. അടുത്തത് കോപ്പർ ആൻഡ് സിങ്ക്. വളരെ കുറച്ചു മതിയെങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത മിനറലാണെന്ന് നമ്മൾ പറഞ്ഞതാണ്. ഇതിൽ കോപ്പറിന്റെ പ്രത്യേകത, ഹീമോഗ്ലോബിനും റെഡ് സെല്ലിന്റെ മെച്ചുറേഷനും വളരെ അത്യാവശ്യമാണ് കോപ്പർ എന്ന് പറയുന്നത്. കോപ്പർ ഇല്ലാതെ വരുന്ന സമയത്ത് പിഗ്സിൽ അനീമിയയും കാറ്റിൽസിൽ വാസ്റ്റിംഗ് ഡിസീസ് എന്ന് പറയുന്ന കണ്ടീഷനും വരാം. അടുത്തായിട്ട് സിങ്ക് ഡെഫിഷ്യൻസി മൂലം വരുന്ന ഒരു അസുഖമാണ് പാരാകെരാറ്റോസിസ്. അതായത് സിങ്കിന് കെരാറ്റിനൈസേഷൻ, തൊലിയുടെ നിറത്തിനെ അഥവാ തൊലിയുടെ കൃത്യമായിട്ടുള്ള പാറ്റേൺ നിലനിർത്തുന്നതിന് സിങ്ക് വളരെ അത്യാവശ്യമാണ്. എന്നാൽ സിങ്ക് ആവശ്യത്തിന് ലഭിക്കാത്ത വരുന്ന സാഹചര്യത്തിൽ സാധാരണയായിട്ട് പിഗ്സിലും കാറ്റിൽസിലും കാണുന്ന ഒരു അസുഖമാണ് പാരാകെരാറ്റോസിസ് എന്ന് പറയുന്നത്. തൊലിയിലെ നിറവ്യത്യാസമായിട്ടാണ് നമ്മൾക്ക് കാണപ്പെടുക പാരാകെരാറ്റോസിസ്. അപ്പൊ സിങ്ക് ഡെഫിഷ്യൻസി മൂലം പാരാകെരാറ്റോസിസും കോപ്പർ ഡെഫിഷ്യൻസി മൂലം പിഗ്സിൽ വരുന്ന അനീമിയയും വാസ്റ്റിംഗ് ഡിസീസും നമുക്ക് കാണാം. പ്രധാനപ്പെട്ട മിനറൽ ഡെഫിഷ്യൻസി ഡിസീസസ് ഏതൊക്കെയാണെന്ന് നോക്കൂ. കാൽസ്യവും ഫോസ്ഫറസ് മൂലം റിക്കറ്റ്സ്, ഓസ്റ്റിയോപൊറോസിസ് ആൻഡ് പൈക്ക ഡിസീസ്. അയോഡിൻ ഡെഫിഷ്യൻസി മൂലം ഗോയിറ്റർ. മെഗ്നീഷ്യം ഡെഫിഷ്യൻസി മൂലം മിൽക്ക് ടെറ്റനി ആൻഡ് ഗ്രാസ് സ്റ്റാഗ്നേഴ്സ്. സെലീനിയം ഡെഫിഷ്യൻസി മൂലം ഗോയിറ്റർ വരാം. സിങ്ക് ഡെഫിഷ്യൻസി മൂലം പാരാകെരാറ്റോസിസ്. അയൺ ഡെഫിഷ്യൻസി മൂലം പിഗ്ലെറ്റ് അനീമിയ. അടുത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, ഓർത്തിരിക്കേണ്ട ഒരു ടോപ്പിക് ആണ് മിനറൽ ടോക്സിസിറ്റി. അതായത് മേജർ മിനറലുകൾ ശരീരത്തിൽ ആവശ്യത്തിൽ കൂടുതൽ ചെന്നു കഴിഞ്ഞാൽ വരുന്ന പ്രശ്നമാണ് മിനറൽ ടോക്സിസിറ്റി എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ശരീരത്തിൽ ടോക്സിക്കായി മാറാൻ സാധ്യതയുള്ള മിനറലുകൾ ഇവയൊക്കെയാണ്: സെലീനിയം, മോളിബ്ഡിനം, കൊബാൾട്ട് ആൻഡ് കോപ്പർ. സെലീനിയം, മോളിബ്ഡിനം, കൊബാൾട്ട് ആൻഡ് കോപ്പർ. കൂടാതെ ഫ്ലോറിൻ. ഫ്ലൂറിൻ എന്ന് പറയുന്നതും ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ആണ്. ചില സ്ഥലങ്ങളിൽ, നമ്മുടെ ഇന്ത്യയിൽ ചില സ്ഥലങ്ങളിൽ ഫ്ലൂറിൻ വളരെ പ്രശ്നമായി കാണപ്പെടുന്നുണ്ട്. കൂടാതെ റോക്ക് ഫോസ്ഫേറ്റ്, ഫോസ്ഫറസിന് പകരമായിട്ട് റോക്ക് ഫോസ്ഫേറ്റ് ഉപയോഗിക്കുമ്പോഴും പ്രശ്നങ്ങൾ കാണാൻ പറ്റും.
കൂടാതെ ഫാക്ടറീസിന്റെ അടുത്ത് ഉള്ള മൃഗങ്ങൾക്ക് കാണുന്ന ഒരു പ്രശ്നമാണ് ഫ്ലൂറിന്റെ എമൗണ്ട് വെള്ളത്തിൽ കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ടും അത് കുടിച്ചു വളരുന്ന അല്ലെങ്കിൽ അത് കുടിച്ചു ജീവിക്കുന്ന അത്തരത്തിൽ ഫ്ലൂറിൻ കണ്ടന്റ് കൂടുതലുള്ള വെള്ളം കുടിച്ചു ജീവിക്കുന്ന പശുക്കളുടെ പാലിലും ഫ്ലൂറിൻ കണ്ടന്റ് കൂടുതലായിരിക്കും. അത് നമ്മൾ കുടിക്കുന്ന സമയത്ത് അത് നമ്മൾക്കും ദോഷം വരാം. അതാണ് മിനറൽ ടോക്സിസിറ്റി. നമ്മൾ പറഞ്ഞു മിനറലുകൾ വളരെ കുറച്ചാണെങ്കിലും അത്യാവശ്യം നിർബന്ധമായും വേണ്ട കാര്യമാണ് മിനറലുകൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അനിമൽസിന് നിർബന്ധമായും കിട്ടണം എന്ന് ആവശ്യമുള്ള മിനറലുകൾ നമ്മൾ സപ്ലിമെന്റ്സ് ആയിട്ട് സാധാരണഗതിയിൽ ഫീഡിങ്ങിൽ നമ്മൾ കൊടുക്കാറുണ്ട്. 2% ഫീഡില് 2% എന്ന കണക്കിന് സാധാരണഗതിയിൽ നമ്മൾ കാറ്റിൽ ഫീഡ് ഉണ്ടാക്കുന്ന സമയത്ത് മേജർ മിനറൽസും മൈനർ മിനറൽസും വരുന്ന രീതിയിൽ ടോട്ടൽ ഫീഡിൽ 50 കിലോഗ്രാം ഉള്ള ഫീഡ് ചാക്കാണെങ്കിൽ അതിൽ 2% വരുന്ന തരത്തിൽ മിനറൽ സപ്ലിമെന്റ്സ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. നല്ല രീതിയിലുള്ള പ്രൊഡക്ഷനും മെയിൻ്റനൻസിനും ബോഡി ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ട്. 2% കൂടുതൽ ഒരു കാരണവശാലും മിനറൽ സപ്ലിമെന്റ്സ് ഫീഡിൽ ആഡ് ചെയ്യാൻ പാടില്ല. ചാപ്റ്ററിലെ ന്യൂട്രിയൻസ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയിരിക്കുന്നു. 2 വോള്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ടും നന്നായി കണ്ട് മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഏത് ഭാഗത്ത് നിന്നും നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. താങ്ക് യു. വീണ്ടും കാണാം.